ഇപ്പോൾ കാണുന്നില്ലേ, ഇതെന്റെ റൂംമേറ്റ് ആണ്. ഞാൻ എൻ്റെ പരിമിതികൾ വെച്ചിട്ടാണ് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. നമ്മളിതൊന്നും മൈൻഡ് ആക്കണ്ട. ഹലോ സുഹൃത്തുക്കളെ, അങ്ങനെ 4 വർഷം മുന്നേ എൻ്റെ ഡെഡായി കിടന്ന യൂട്യൂബ് ചാനലിന് മോണിറ്റൈസേഷൻ കിട്ടിയിരിക്കുകയാണ്. ആദ്യം തന്നെ നിങ്ങളോട് എല്ലാവരോടും ഒരുപാട് നന്ദി പറയാനുണ്ട്. കാരണം നിങ്ങളാണ് എന്നെ ഇങ്ങനെ വിജയിപ്പിച്ചെടുത്തത്. ഇനി ഞാൻ ഈ ലോങ് വീഡിയോ ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ, ഞാനിത് എങ്ങനെയാണ് നേടിയെന്നും ഞാൻ എന്തൊക്കെ ഐഡിയ, എന്തൊക്കെ സൂത്രങ്ങളാണ് ഞാൻ ചെയ്തതെന്നും എൻ്റെ സെറ്റിങ്സിലൊക്കെ ഞാൻ എന്ത് മാറ്റങ്ങളാണ് ചെയ്തതെന്നും നിങ്ങളെ അറിയിക്കാനും, അതായത് എന്നെ പോലെ തന്നെ എത്രയോ വർഷമായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ചാനൽ എവിടെയും എത്താത്ത എത്രയോ ആൾക്കാരുണ്ട് എനിക്കറിയാം. പല പോസ്റ്റിൻ്റെയും പല വീഡിയോസിൻ്റെയൊക്കെ അടിയിൽ ഒരുമിച്ച് മുന്നേറാം, 1K സബ്സ്ക്രൈബേഴ്സ് നേടാം എന്ന് പറഞ്ഞ് കമൻ്റ് ഇടുന്ന കുറേ ആൾക്കാർ എനിക്കറിയാം. പണ്ട് ഞാനും അത് തന്നെയാണ് ചെയ്തത്. പക്ഷെ നമ്മൾ അങ്ങനെ ഒരുമിച്ച് മുന്നേറാം എന്ന് പറഞ്ഞ് 1K സബ്സ്ക്രൈബേഴ്സ് നേടി എന്ത് കാര്യം? കാരണം നമുക്ക് നമ്മളെ വീഡിയോസുകളെ ഇഷ്ടപ്പെട്ട് വരുന്ന സബ്സ്ക്രൈബേഴ്സ് നമുക്ക് വേണ്ടത്. അവരാണ് നമുക്ക് വരുമാനം നേടിത്തരുന്നത്. അപ്പം ഞാൻ എന്തൊക്കെ ചെയ്തു എന്ന് എൻ്റെ അനുഭവത്തിലൂടെ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്ന ഒരു ഉദ്ദേശം മാത്രമേ എനിക്കുള്ളൂ. കാരണം ഡെഡായി കിടന്ന എൻ്റെ ഈ യൂട്യൂബ് ചാനൽ വെറും 2-2.5 മാസം കൊണ്ട് എനിക്ക് നേടിയെടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കും ഇത് നേടാൻ പറ്റും. ഇനി ഞാൻ ചെയ്തത് വെറും ഷോർട്സ് വീഡിയോ മാത്രമാണ്. എനിക്ക് നിങ്ങളോട് എല്ലാവരോടും ശ്രദ്ധിച്ചു കേൾക്കണം. ഒരൊറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ. നിങ്ങൾ ഈ ഒരു ഐഡിയ, ഈ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. ഞാൻ ചെയ്ത ഒരേ ഒരു കാര്യം കൺസിസ്റ്റൻസിയാണ്. പണ്ട് ഞാൻ വീഡിയോ എങ്ങനെ ഇടാമെന്ന് വെച്ചാൽ, ആഴ്ചയിൽ 1-2-3 വീഡിയോസ് മാത്രമേ ഇടാറുള്ളൂ. ആ സമയത്ത് എനിക്ക് വലിയൊരു ഗ്രോത്തും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ എനിക്ക് കിട്ടും ഒരു 1000 വ്യൂസ്, 2000 വ്യൂസ് ഒക്കെ കിട്ടുക. ശരിക്കും പറഞ്ഞാൽ ഈ എല്ലാ ഷോർട്സിനും, ഒരു നോർമൽ ഇടുന്ന എല്ലാ ഷോർട്സ് വീഡിയോ ഇടുന്ന ആൾക്കാർക്കും ഈ 1000, 2000, 3000 വ്യൂസ് കിട്ടും. നമുക്ക് അതുകൊണ്ട് കാര്യമില്ല. നമ്മുടെ ചാനൽ എപ്പോഴാണോ കണ്ടിന്യൂ ആയിട്ട് ഒരു 10K വ്യൂസിന് മുകളിൽ കിട്ടുന്നത്, അപ്പോഴാണ് നിങ്ങളുടെ ചാനൽ വളരുന്നുണ്ട് എന്നതിൻ്റെ ഒരു സൂചന. അതിന് വേണ്ടതൊന്നുമല്ല, കൺസിസ്റ്റൻസിയാണ്. നിങ്ങളെല്ലാവരും എന്തിനാണ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്? ഒരു വരുമാനം നേടാനല്ലേ. നമ്മളൊരു ബിസിനസ് തുടങ്ങുന്നുണ്ടെങ്കിൽ ആദ്യം ഇൻവെസ്റ്റ്മെൻറ്റ് വേണം, നല്ലൊരു പണം വേണം. പക്ഷെ ഇവിടെ നിങ്ങൾ ഇൻവെസ്റ്റ്മെൻ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ സമയം മാത്രമാണ്. ഇതിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ മാക്സിമം സമയം നിങ്ങൾ ഇതിൽ എഫേർട്ട് എടുത്തിടണം. എന്നാൽ മാത്രമേ ഗ്രോത്ത് ആവുള്ളൂ. നിങ്ങൾ കൺസിസ്റ്റൻസി ആയിട്ട് നിങ്ങൾ ഡെയിലി വീഡിയോ ഇടുമോ, നിങ്ങൾക്ക് വിടാൻ പറ്റുമോ, തീർച്ചയായും നിങ്ങളുടെ ചാനൽ വളരും. അത് ഉറപ്പാണ്. ഞാൻ ചെയ്തത് മുടങ്ങാതെ ഡെയിലി 2 വീഡിയോ ഇടും. ഇത്രയും ദിവസമായിട്ട് ഞാൻ ഒരു ദിവസം പോലും വീഡിയോ ഇടുന്നത് ഞാൻ നിർത്തിയിട്ടില്ല. ഞാൻ മോർണിംഗും ഈവനിങ്ങുമാണ് വീഡിയോ ഇടാറ്. 2 വീഡിയോ ഡെയിലി ഇടുന്നുണ്ട്. നിങ്ങൾ ഡെയിലി വീഡിയോസ് ഇടുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ചാനൽ വളരും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വ്യൂസ് കൂടുമ്പോൾ, നമുക്ക് കുറച്ച് സബ്സ്ക്രൈബേഴ്സ് വരുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് വരും. പിന്നെ നിങ്ങൾ വീഡിയോ നിങ്ങൾ എല്ലാ ദിവസവും ഇങ്ങനെ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി നമ്മളൊരു എയിം കിട്ടും. നമ്മൾ എങ്ങനെയാണ് കണ്ടന്റ് ചെയ്യേണ്ടത്, നമ്മൾ എന്തൊക്കെ എഡിറ്റ് ചെയ്യണം, നമ്മൾ എങ്ങനെയാണ് അത് പ്രസൻറ്റ് ചെയ്യേണ്ടത് ഒക്കെ നമുക്ക് കിട്ടും. അത് മാത്രമല്ല, നമ്മൾ ഓട്ടോമാറ്റിക് അപ്ഡേറ്റ് ആവും. നമ്മൾ ഡെയിലി വീഡിയോ ചെയ്യുന്നതിന് ഉറപ്പായിട്ട് 1 മാസം കൊണ്ട് നമ്മൾ ഓട്ടോമാറ്റിക് അപ്ഡേറ്റ് ആവും. നമുക്ക് എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്നുള്ള ഒരു എയിം നമുക്ക് കിട്ടും. ഇനി എന്താണ് വീഡിയോ ക്വാളിറ്റി? നല്ല ക്വാളിറ്റിയുള്ള ക്യാമറയിൽ നിന്ന് എടുക്കുന്ന വീഡിയോ എന്നല്ല, നമ്മൾ ചെയ്യുന്ന കണ്ടന്റ് ക്വാളിറ്റിയാണ് വീഡിയോ ക്വാളിറ്റി എന്ന് പറയുന്നത്. നമ്മളെ കയ്യിൽ ചെറിയ പൈസ മതി ഒരു ബാക്ക്ഗ്രൗണ്ട് സെറ്റാക്കാൻ. ഇനി ഷോർട്സ് വീഡിയോയിലൂടെ മോണിറ്റൈസേഷൻ കിട്ടണമെങ്കിൽ 90 ദിവസത്തിനുള്ളിൽ 10 മില്യൺ വ്യൂസാണ് നമുക്ക് വേണ്ടത്. ആദ്യം 3 മില്യൺ വ്യൂസ് മതി. പക്ഷെ അതിൽ നമുക്ക് ഈ സൂപ്പർ ചാറ്റ് പോലെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടും. നമുക്ക് അതിലൊന്നല്ല, നമ്മളെ വരുമാനം പരസ്യ വരുമാനം തന്നെയാണ്. നമ്മുടെ ലക്ഷ്യം എന്താ? ഈ 10 മില്യൺസ് എന്നുള്ള ഒരു ലക്ഷ്യമാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും 10 മില്യൺ വ്യൂസ് ഒക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്നായിരിക്കും. ഞാനും തുടക്കത്തിൽ അങ്ങനെ തന്നെ വിചാരിച്ചത്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, ആദ്യത്തെ 1 മാസം വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങളുടെ ചാനലിനെ പറ്റി പഠിക്കാൻ വേണ്ടിയാണ്. ഒരു പഠനത്തിന്, ഒരു കോഴ്സ് പോലെ നിങ്ങൾ എന്ത് ചെയ്യുക? ആദ്യത്തെ 1 മാസം വീഡിയോ അപ്ലോഡ് ചെയ്യുക. കൺസിസ്റ്റൻസി ആയിട്ട് മുടങ്ങാതെ, ഒന്നുകിൽ ഡെയിലി 1 വീഡിയോ, അല്ലെങ്കിൽ രാവിലെയും വൈകുന്നേരവുമായിട്ട് 2 വീഡിയോ മുടങ്ങാതെ ചെയ്യുക. 1 മാസത്തിനുള്ളിൽ നിങ്ങൾ ചാനൽ ഗ്രോത്ത് ആകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഉറപ്പ്, ഞാൻ അത്ര ഗ്യാരണ്ടി പറയും. ഈ വ്ളോഗ്സ് ചെയ്യാനും ഈ ഫാമിലി വീഡിയോസൊക്കെ ചെയ്യാനുള്ളവർക്കാണെങ്കിൽ കണ്ടന്റ് ഒരു പഞ്ഞുമില്ലല്ലോ. അപ്പോൾ നിങ്ങൾ ഡെയിലി ആ കണ്ടന്റ് വെച്ച് ഡെയിലി വീഡിയോ ഇട്ട് നോക്ക്. നമ്മൾ ഓട്ടോമാറ്റിക്കൊക്കെ ഒന്ന് എയിമായി വരും. ഇനി നമുക്ക് ഷോർട്സിൻ്റെ കാര്യത്തിലേക്ക് കിടക്കാം. അതായത് 10 മില്യൺ വ്യൂസ് കിട്ടുക എന്ന് പറഞ്ഞത് ഒരു നിസ്സാര കാര്യമാണ്. എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഡെയിലി 2 വീഡിയോ ഇടുന്നുണ്ടെങ്കിൽ 10 ദിവസം 20 വീഡിയോ, 1 മാസം 60 വീഡിയോ, 3 മാസം നിങ്ങൾ 180 വീഡിയോ ഇടും. 3 മാസം 180 വീഡിയോ ഇടുന്നതിൽ വെറും 10 വീഡിയോ ക്ലിക്കായാൽ പോരെ. 180 വീഡിയോസിൽ വെറും 10 വീഡിയോ ക്ലിക്കായാൽ മതി. ഞാൻ കുറേ ഷോർട്സ് ചെയ്യുന്ന ആൾക്കാരെ ചാനൽ എടുത്ത് നോക്കിയിട്ടുണ്ട്. ഫസ്റ്റ് വീഡിയോ തന്നെ 8 മില്യൺ കിട്ടിയ ആൾക്കാരുണ്ട്. ആദ്യം വരച്ച് എനിക്കും അങ്ങനെ നേടാൻ പറ്റില്ലാന്നോ? എനിക്ക് ആദ്യം 5000, 2000, 3000 വ്യൂസ് കിട്ടി. പിന്നെ അത് ഒരു 10K ആയി 20K ആയി പോയ സമയത്ത് എൻ്റെ വീഡിയോയിൽ ആദ്യമായിട്ടൊരു 3 മില്യൺ വ്യൂസ് കിട്ടി.
അപ്പം എനിക്ക് കാര്യം മനസ്സിലായി, ഇത് സംഭവം ഇപ്പം നമുക്ക് നടക്കുന്നുണ്ട്. 4 ദിവസം കഴിഞ്ഞപ്പാട് 3-4 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് വീണ്ടും ഒരു 2 മില്യൺ വ്യൂസ് കിട്ടി. പിന്നെയും എനിക്ക് 1 മില്യൺ വ്യൂസ് കിട്ടി. അതാണ് ഞാൻ പറയുന്നത്, നമ്മൾ ചെയ്യുന്ന വീഡിയോ, നിങ്ങൾ ദിവസം ഒരു വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ 90 ദിവസം നിങ്ങൾ 90 വീഡിയോ ഇടും. ഈ 90 വീഡിയോയിൽ ഒരു 10 വീഡിയോ ക്ലിക്കായി മതി. ഇനി അത് പൊട്ട് നിങ്ങളുടെ ഏതെങ്കിലും ഒരു വീഡിയോ 4 മില്യണോ 5 മില്യണോ കിട്ടിയാൽ പോരെ, പകുതി പണി കഴിഞ്ഞു. ഇനി നിങ്ങൾ മുടങ്ങാണ്ട് വീഡിയോ ഇട്ട് നോക്ക്, നിങ്ങളുടെ ഏതെങ്കിലും ഒരു 3-4-5 വീഡിയോസ് എന്തായാലും ക്ലിക്കാവും. അതിൽ ചിലപ്പോൾ മില്യൺസ് വ്യൂസ് വരും, പെട്ടെന്ന് മോണിറ്റൈസേഷൻ ആവും. ഒന്നുകൂടി പറയുന്നു, നിങ്ങൾ നിർത്താതെ 90 ദിവസം ഒന്നെങ്കിൽ ഡെയിലി 2 വീഡിയോ, 2 ഷോർട്സ് വീഡിയോ, ഇത് ഷോർട്സിൻ്റെ കാര്യത്തിലാണ് കേട്ടോ. നിങ്ങൾ ഡെയിലി 2 വീഡിയോ അല്ലെങ്കിൽ ഡെയിലി 1 വീഡിയോ നിർത്താണ്ട് ചെയ്തോ, 90 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ചാനൽ എന്തായാലും ഗ്രോത്ത് ആവും, സബ്സ്ക്രൈബേഴ്സ് കൂടും, മോണിറ്റൈസേഷനും കിട്ടും. അത് ഉറപ്പാ. കാരണം 90-150 വീഡിയോസിൽ നിങ്ങൾ ഒരു 5 വീഡിയോ 4 വീഡിയോ ക്ലിക്കാവാൻ ഒരു പണിയില്ല. നിങ്ങൾ ക്വാളിറ്റിയിൽ വീഡിയോ ചെയ്യും. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്ക്. എങ്ങനെ ടൈറ്റിൽ യൂസ് ചെയ്യണം, നമ്മൾ എങ്ങനെ ടൈറ്റിൽ ആഡ് ചെയ്യണം, എന്തൊക്കെ ഹാഷ്ടാഗുകളാണ്, എന്തൊക്കെ കീവേഡ്സുകളാണ് യൂസ് ചെയ്യേണ്ടത്, ക്യാപ് കട്ടൊക്കെ യൂസ് ചെയ്തിട്ട് എങ്ങനെ ബാക്ക്ഗ്രൗണ്ട് ഒരു പ്രൊഫഷണൽ ആക്കാം, ലോ ക്വാളിറ്റി വീഡിയോസിനെ എങ്ങനെ ഹൈ ക്വാളിറ്റി ആക്കി മാറ്റാം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഞാൻ വരും വീഡിയോകളിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ കൂടിക്കോ. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും എൻ്റെ കമൻറ്റ് സെക്ഷനിൽ പറയാം, ഞാൻ മറുപടി തരും. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.